Hello dear students, welcome back to Franklin's Lectures. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ സർ. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇയർ ബാക്ക് ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ ഇയർ ബാക്ക് ആകുമോ, ഇയർ ബാക്കിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ്, ഇയർ ബാക്ക് നല്ലതാണോ മോശമാണോ, ഇയർ ബാക്ക് എപ്പോഴുണ്ടായി, ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്, ഈ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്, കുറച്ച് ലെങ്ത് ഉണ്ടാവും. സോ ക്ഷമയോടെ കേൾക്കുക, കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുക. ഏതൊരു കാര്യമായാലും വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ പ്രശ്നമാണ്. അവിടെ സംശയങ്ങൾ ഇവിടെ സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ കാര്യം മൊത്തത്തിൽ കുഴഞ്ഞ ഒരു പരുവാകും. അതുകൊണ്ട് വ്യക്തമായി നിങ്ങൾ അറിയുക. ഓക്കെ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ 2013-2017 സ്കീമിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രം. ഓക്കെ, നമ്മുടെ 2013 സ്കീം എന്ന് പറയുന്നത് ഫ്രഷ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആദ്യത്തെ ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. ഓക്കെ, ആ സമയത്ത് ഞങ്ങൾക്ക് 5th സെമസ്റ്ററിൽ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഭയങ്കര ടഫ് സബ്ജക്റ്റ് ആണ്, ഇതുവരെ എഞ്ചിനീയറിംഗിലേ ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനത്തെ ഒരു സബ്ജക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ആ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞു. ഈ 2013 സ്കീമിൽ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത് ഇയർ ബാക്ക് സിസ്റ്റം, ഇയർ ഔട്ട് സിസ്റ്റം. ഓക്കെ, അന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസും ഡിസ്കഷൻസ് ഒക്കെ നടന്നു. പക്ഷേ ഈ ഒരു ഇയർ ബാക്ക് സിസ്റ്റം എഫക്റ്റീവ്ലി അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല യൂണിവേഴ്സിറ്റിക്ക്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇയർ ബാക്ക് സിസ്റ്റം, ഇയർ ഔട്ട് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഇയർ ബാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം തന്നെയായിരുന്നു അത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് 2019 സ്കീം പുതിയ സ്കീം അല്ലേ. സോ അവിടെ ആക്ച്വലി 2019 സ്കീം തൊട്ട് ഭയങ്കരമായ വലിയൊരു ചേഞ്ച് സംഭവിച്ചു. ഈ 2019 സ്കീമിന്റെയും 2013 സ്കീമിന്റെ ഇടയ്ക്ക് 2015 സ്കീം ഇറങ്ങി. ഈ 2015 സ്കീമാണ് KTUവിന്റെ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ്. ഓക്കെ, ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂളിംഗ് ആയിരുന്നു. ആ സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു ഇയർ ബാക്ക് ആകും. S1 നിങ്ങൾ സപ്ലി വാങ്ങിച്ചു കഴിഞ്ഞാൽ S2 പറ്റില്ല. അതായത് ഒരു S3 കഴിഞ്ഞ് സപ്ലൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ S4. അങ്ങനെ നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ ഒരു സബ്ജക്ട് ഫെയിൽ ആയാൽ പോലും നല്ല രീതിയിൽ നിങ്ങളുടെ അക്കാഡമിക്സിനെ ബാധിക്കുമായിരുന്നു. ഒരുപാട് കുട്ടികൾ അത് കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അത് കാരണം ഒരുപാട് സമരങ്ങളൊക്കെ നടന്നു. പൊളിറ്റിക്കൽ പാർട്ടീസ്, സ്റ്റുഡൻറ് പാർട്ടീസ്, അതേപോലെ ഹ്യൂമൻ വെൽഫെയർ അസോസിയേഷൻ എല്ലാവരും ഇതിനെതിരെ ഒരുപാട് പോരാടിയിട്ട് KTU എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് പോയിന്റ്സ് കുറച്ചു. ഓക്കെ, മിനിമം ക്രെഡിറ്റ് പോയിന്റ്സ്, അതായത് ഇയർ ബാക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം ക്രെഡിറ്റ് പോയിന്റ്സ് യൂണിവേഴ്സിറ്റി കുറച്ചു. അങ്ങനെ ഒരു റിലാക്സേഷനെ കൊടുത്ത് കറക്റ്റായിട്ട് ഈ ഒരു ഇയർ ബാക്ക് സിസ്റ്റം നടന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, ഒരുപാട് കുട്ടികൾക്ക് ഇയർ ബാക്ക് ആവേണ്ടി വന്നിട്ടുണ്ട്. സത്യമായിട്ടും ഭയങ്കര വിഷമകരമായ കാര്യം തന്നെയാണ്. ഓക്കെ, 2019 സ്കീം എത്തി. ദെൻ കോവിഡ് വന്നു. ഓക്കെ, ഈ കോവിഡാണ് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത്. ഈ കൊറോണ ടൈമിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിലായി. ഓക്കെ, എല്ലാവരും വീട്ടിലായ സമയത്ത് എല്ലാ സിസ്റ്റം തന്നെ മാറി, കംപ്ലീറ്റ് ഓർ ഡിജിറ്റലൈസ്ഡ് ആയി. ദെൻ കോവിഡ് കഴിഞ്ഞ ശേഷം ഇയർ ബാക്ക് സിസ്റ്റം പ്രോപ്പർലി മാനേജ് ചെയ്യാനോ ഇംപ്ലിമെന്റ് ചെയ്യാനോ യൂണിവേഴ്സിറ്റി കഴിഞ്ഞില്ല. സോ എല്ലാ വർഷവും ഇയർ ബാക്ക് ഈ കൊല്ലം കൊണ്ടുണ്ടാവും, ഈ അക്കാഡമിക് ഉണ്ടാവും എന്ന് പറയും. പക്ഷെ ഇതുവരെ എഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് KTUവിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒഫീഷ്യലി സർക്കുലർ വരെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ എല്ലാ കൊല്ലം നടക്കുന്നതാണ്. മീൻസ് ഇപ്പൊ നടക്കും. ഈ പുലി വരും എന്ന് പറഞ്ഞ് ലാസ്റ്റ് പുലി വരില്ല, അതേപോലെ. പക്ഷെ ഇപ്രാവശ്യം ഇയർ ബാക്ക് സിസ്റ്റം ഡെഫിനറ്റ് ആയിട്ട് നടത്തുമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് സർക്കുലറിൽ. സോ എന്തായാലും ഇയർ ബാക്ക് സിസ്റ്റം ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇയർ ബാക്ക് സിസ്റ്റത്തിൽ ഇതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇയർ ബാക്ക് സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് വർക്കാവുന്നത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്സ് നേടാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈസി ആയിട്ട് ഇയർ ബാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അത് എങ്ങനെയെന്നുള്ള കാര്യം വ്യക്തമായി നിങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ ഞാൻ പറയാം. S4 സ്റ്റുഡൻറ് എന്ന് പറയുന്നത് S5 പോകുന്ന വെച്ചോ. അതായത് ഇപ്പോൾ S4 എക്സാം എഴുതുന്ന കുട്ടികൾ S5 പോകുന്ന സമയത്ത് നിങ്ങൾക്ക് S1 S2 അതായത് S1 S2 നിങ്ങൾക്ക് ടോട്ടൽ മിനിമം ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ക്രെഡിറ്റ്സ് റിക്വേർഡ് എന്ന് പറയുന്നത് 21 ക്രെഡിറ്റ്സ് ആണ്. ശ്രദ്ധിക്കാം മക്കളെ. ഓക്കെ, അതായത് S4 നിന്നും S5 പോകുമ്പോൾ നിങ്ങൾക്ക് മിനിമം വേണ്ട എത്രയാടാ? 21 ക്രെഡിറ്റ് ആണ്.
21 ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താകില്ല, ഇയർ ഔട്ട് ആകില്ല. 21 ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് പഠിക്കുന്ന സബ്ജക്ട് സിലബസ് എടുക്കുക, പഠിക്കുന്ന സബ്ജക്ട്സ് എടുക്കുക, റൈറ്റ് സൈഡ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും. ഓക്കെ, അതിൽ അതായത് സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ നോക്കിയാൽ മക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ്. S4 നിന്നും S5 പോകുമ്പോൾ S1 നിന്നും S2 നിന്നും മൊത്തത്തിൽ 21 ക്രെഡിറ്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, 21 ക്രെഡിറ്റ്സ് ആണ് മിനിമം വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത്, ഇപ്പോൾ S6 പഠിക്കുന്ന കുട്ടികൾ S7 പോകുമ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് S1, S2, S3, S4 ഈ 4 സെമസ്റ്ററിലും കൂടെ നിങ്ങൾക്ക് വേണ്ട എത്രയാണെന്നറിയാവോ? ദ മിനിമം റിക്വയർഡ് ക്രെഡിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് 42 ആണ്. എത്ര? 42. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ തേർഡ് ഇയറിൽ നിന്നും ഫൈനൽ ഇയറിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ 4 സെമസ്റ്റർ S1, S2, S3, S4 ഈ 4 സെമസ്റ്ററിൽ നിന്നും 42 ക്രെഡിറ്റ് പോയിന്റ്സ് വേണം. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സെമസ്റ്റർ ഉണ്ട്. ഏത്? S5, S6. ഇതിൽ നിങ്ങൾ ഓൾ പാസ് എന്ന് പറഞ്ഞാലോ 10 GP ഉണ്ടെന്ന് പറഞ്ഞാലോ ഒരു കാര്യവുമില്ല. ഓക്കെ, നിങ്ങൾക്ക് S6 നിന്ന് S7 പോകണമെങ്കിൽ ഈ 4 സെമസ്റ്ററിലെ സബ്ജക്ട്സിൽ നിന്നും മൊത്തം 42 ക്രെഡിറ്റ്സ് വേണം. ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇപ്പോൾ S4 ഇപ്പോൾ S6 പഠിക്കുന്ന കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കുക. 2019 സ്കീം സ്റ്റുഡൻസിന്റെ കാര്യമാണ് പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ ഊന്നി പറയുന്നു, S4 നിന്നും S5 പോകാൻ ഇപ്പോഴത്തെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോടാ. ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, ഉള്ള സപ്ലൈ ഒക്കെ ക്ലിയർ ചെയ്തെടുത്തു. ഓക്കെ, ഇപ്പോൾ S4 നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, ഇയർ ബാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം S4 വരാൻ പോകുന്ന എക്സാം ആണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ S4 S5 പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിൾ ആയിരിക്കും. S1, S2 സപ്ലി വല്ലതുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ പഠിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 21 ക്രെഡിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഈസിയാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, സോ S1, S2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. S4 നന്നായിട്ട് പഠിക്കണം. അതിന്റെ കൂടെ S1, S2 സപ്ലി വല്ലത് ഇപ്പം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുത്തോ. 21 ക്രെഡിറ്റ് വാങ്ങിച്ചു, അടുത്തതിലേക്ക് പോക്കോ, S5 പോക്കോ. ഓക്കെ, സോ S1, S2 വെരി 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 ഇമ്പോർട്ടൻറ്റ് സെമസ്റ്റേഴ്സ് ആണ് ടു എസ്കേപ്പ് ഫ്രം ഇയർ ബാക്ക്. ഓക്കെ, അതേപോലെ S6 നിന്ന് S7 പോകുമ്പോൾ നിങ്ങൾക്ക് 4 സെമസ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇവരാണെങ്കിൽ 2 സെമസ്റ്റർ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ തേർഡ് ഇയേഴ്സ് ശ്രദ്ധിക്കുക, നിങ്ങൾ 4 സെമസ്റ്ററും ശ്രദ്ധിക്കണം. 2 കൊല്ലം S1, S2, S3, S4 4 സെമസ്റ്റേഴ്സിൽ മൊത്തം 42 ക്രെഡിറ്റ്സ് കൂട്ടി നോക്ക്. 42 ക്രെഡിറ്റ്സ് ഉണ്ടോ? യു ആർ സേവ്ഡ്. ഓക്കെ, അതർവൈസ് ഓക്കെ, സോ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ഈ KTU ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മീൻസ് ഭയങ്കരമായ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ്. കാരണം 21 ക്രെഡിറ്റ് വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. 42 ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഈ 4 സെമസ്റ്റേഴ്സ് വാങ്ങിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ട്രൈ ചെയ്യണം. ഓക്കെ, ഇതാണ് പറയുന്നത് എപ്പോഴും. ആദ്യം മുതലേ കറക്റ്റ് പഠിച്ചു പോവുക, സപ്ലൈ ഇടരുന്ന് പറയാനും കാര്യം ഇത് തന്നെയാണ്. അപ്പൊ ഇനി എങ്ങനെ പഠിച്ചുകൊള്ളുക. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന സമയമായിരിക്കും ഈ ഇയർ ബാക്ക് ഒക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പഠിച്ചു കൊടുക്കുക, ഇപ്പൊ തന്നെ പഠിച്ചു കൊടുക്കുക ഇനി മുമ്പോട്ടുള്ള ജേണിയിൽ. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ യൂണിവേഴ്സിറ്റി KTU വളരെ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാവോ? അതായത് മെയ് ആൻഡ് ജൂൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വെക്കേഷനാണ്. കംപ്ലീറ്റ് വെക്കേഷൻ. ഓക്കെ, ഫാക്കൽറ്റീസിന് വെക്കേഷൻ ആണ്, എല്ലാ സ്റ്റുഡൻസിനും വെക്കേഷൻ ആണ്. ഈ മെയ് ജൂൺ മാസം നിങ്ങൾ ക്ലാസ് ഉണ്ടാവില്ല. അത് ഞങ്ങൾ പഠിച്ച സമയത്ത് അങ്ങനെയൊന്നല്ലായിരുന്നു. വെക്കേഷൻ ഒന്നും ഇല്ല, കണ്ടിന്യൂസ് സെമസ്റ്റേഴ്സാ. ഇപ്പൊ ആക്ച്വലി സെമസ്റ്റേഴ്സ് ഒക്കെ ടൈറ്റ് ആക്കി. കാരണം എന്താടാ? വളരെ സിമ്പിളാ. മെയ് ജൂൺ എന്ന് പറയുന്ന സമയത്ത് വെക്കേഷന് വേണ്ടിയിട്ട്. ഇത് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ ആലോചിക്കുക. 4 വർഷം ഹെക്ടിക്കായിട്ട് പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഈ 4 വർഷം ഹെക്ടിക്കായിട്ട് പഠിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെയ് ആൻഡ് ജൂൺ എന്ന് പറയുന്ന, എല്ലാ കൊല്ലവും കിട്ടുന്ന മെയ് ആൻഡ് ജൂൺ എന്ന് പറയുന്നത് എത്ര വലിയ റിലാക്സേഷൻ ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ട്രിപ്പ് പോവാം, വീട്ടിൽ കിടന്ന് ഉറങ്ങാം, ഇനി എക്സ്റ്റേണൽ കോഴ്സ് ചെയ്യണോ അത് ചെയ്യാം, ഇന്റേൺഷിപ്പിന് പോകണോ അത് പോകാം.
നമ്മൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഓപ്പൺ ഇന്റേൺഷിപ്പ് തുടങ്ങാൻ പോവുക ഈ ഒരു മെയ് ജൂണിൽ. ഓക്കെ, നിങ്ങളൊക്കെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ മെയ് ആൻഡ് ജൂൺ എന്ന് പറയുന്ന സമയത്ത് റിലാക്സ് ചെയ്യുന്ന ആൾക്കാർ ആരായിരിക്കും അറിയാവോ? ദ നോ സപ്ലി പീപ്പിൾ ആയിരിക്കും. ശ്രദ്ധിക്കുക, വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയ ആൾക്കാര് നമ്മുടെ മെയ് ആൻഡ് ജൂണിൽ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ സപ്ലി ഇല്ലാത്ത കുട്ടികൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈമാണ്. വളരെ റിലാക്സ്ഡ്, കാരണം ആ സമയത്ത് സപ്ലിയോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പൊ ഓൾ പാസ്സായ കുട്ടികൾക്കുണ്ടല്ലോ 2 മാസം അടിച്ചു പൊളിക്കുക എല്ലാ കൊല്ലവും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് എത്രത്തോളം വലിയൊരു റിലാക്സേഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിച്ച് ആദ്യമേ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാകുന്ന കുട്ടിക്ക് ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് 2 മാസം അടിച്ചു പൊളിച്ച് നടക്കാം. ഓക്കെ, സോ നിങ്ങളുടെ സെമസ്റ്റർ എക്സാംസ് അപ്പോൾ തന്നെ പാസ്സാവുക. ഓക്കെ, ഒരു ഇയർ ബാക്കിനും ഒരു ഇയർ ഔട്ടിനും വേണ്ടിയിട്ട് വെച്ച് കൊടുക്കരുത്, തല വെച്ച് കൊടുക്കരുത് ട്രെയിനിന്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് നേടാൻ തന്നെ പഠിക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? മെയ് ആൻഡ് ജൂൺ അടിച്ചു പൊളിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. സപ്ലി ഉള്ള കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മെയ് ആൻഡ് ജൂൺ അടുത്ത കൊല്ലം അടിച്ചു പൊളിച്ചോളൂ. ഇപ്രാവശ്യം നന്നായിട്ട് പഠിച്ചു ഉള്ള പേപ്പേഴ്സ് ക്ലിയർ ചെയ്യും. എന്തൊക്കെ പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ക്ലിയർ ചെയ്യും. ഇനി കുറച്ച് പേര് ഈ ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സപ്ലി ക്ലിയർ ചെയ്യാൻ നടക്കും. അങ്ങനെ ചെയ്യരുത്. പറ്റുന്നത് പോലെയൊക്കെ ക്ലിയർ ചെയ്യുക, പറ്റുന്ന പോലെയൊക്കെ ക്ലിയർ ചെയ്യുക. 2 മാസം ഫ്രീ ടൈമാണ്, ഇരുന്ന് പഠിക്കുക, ഇരുന്ന് പഠിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എപ്പോഴും ഉണ്ട്. ഇരുന്ന് പഠിച്ച് ക്ലിയർ ചെയ്യുക, വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മൊത്തത്തിലൊരു കേസ് സിനേറിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ബാക്ക് സിസ്റ്റത്തിന്റെ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ? സോ യെസ്, അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, എവിടെ നിങ്ങൾ കിട്ടില്ല. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി യുണീക് റിസോഴ്സ്. ഓക്കെ, സോ ഇത് കണ്ട് പഠിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാരണം എല്ലാവരും അറിയണം. കാരണം എത്ര ക്രെഡിറ്റ് പോയിന്റ്സ് വേണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്ലാൻ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. സോ പ്ലാൻ. ഓക്കെ, ബിൽഡ് എ പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട്. ഓക്കെ, ബിൽഡ് എ പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് തീർച്ചയായിട്ടും ചെയ്യുക. സ്മാർട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഓൾവേസ് ഡു സ്മാർട്ട് വർക്ക്. ഓക്കെ, സോ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ KTUവിൽ ഇയർ ബാക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം, തീർച്ചയായിട്ടും കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ഗവൺമെന്റിന്റെ കാര്യമാണ്. ഗവൺമെന്റിന്റെ കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവർ എന്തൊരു കാര്യം തീരുമാനിച്ചാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് കാണിച്ചുകൊണ്ടോ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടോ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വാട്ട് വി ക്യാൻ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുക, സിസ്റ്റത്തിന് കൂടെ പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ബുദ്ധിമുട്ടിക്കാനല്ല, അതൊരു സത്യാവസ്ഥയാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ബെറ്റർ എഞ്ചിനീയേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഡെഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത്, നിങ്ങൾ ബിടെക് കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ ഡെഡ് ലൈൻ എന്ന് പറയുന്ന സാധനം വെക്കും. നിങ്ങൾ അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് ഡെഡ് ലൈൻ എന്ന് പറയുന്ന സാധനം വെക്കും, അല്ലെ? നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡെഡ് ലൈൻ എന്ന സാധനമുണ്ട്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഡെഡ് ലൈൻ 3 hours ആണ് 3 hours, 2 hours ആണെങ്കിൽ 2 hours, അതിനുള്ളിൽ എക്സാം തീർത്തിരിക്കണം. അതെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കുഞ്ഞുനാൾ മുതൽ സ്കൂൾ തൊട്ട് ശീലിക്കേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് മേക്സ് ദ ഡിസിപ്ലിൻ, ദാറ്റ് മേക്സ് യു സ്ട്രോങ്ങർ, ദാറ്റ് മേക്സ് യു സ്മാർട്ടസ്റ്റ്. ഓക്കെ, സോ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇംപ്ലിമെന്റേഷൻ റോങ് ആകുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. ഇനി ഇയർ ബാക്ക് സിസ്റ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ഇയർ ബാക്ക് ആയാലും ഇല്ലെങ്കിലും, കീപ് കണ്ടിന്യൂയിങ് the knowledge gaining. Okay, keep continuing the learning. Okay, fine. Okay, seek knowledge. എവിടെ നിന്ന് വേണമെങ്കിൽ knowledge seek ചെയ്യുക. Be better. Okay, so yes, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. സോ എല്ലാവരും നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് is the India's #1 engineering education platform. So subscribe ചെയ്ത് കൂടെ ആൻഡ് follow us on Instagram. Okay, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ഓഫീസുമായിട്ട് കണക്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.